ഹലോ നമസ്കാരം, ഞാൻ രാകേഷ് ബാബു ആണ്. നമ്മൾ ഇന്നൊരു ചെറിയ വീഡിയോ ആണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. എന്നുവെച്ചാൽ ഒരു FC-ക്ക് അതിന്റെ ബാക്കിലെ ഗ്രാബ് ഹാൻഡിൽ സെറ്റ് ചെയ്യാൻ പോകുന്ന ഒരു വീഡിയോ ആണ്. ഇതാണ് വണ്ടി. ഇതിൽ നമ്മൾ ഇപ്പോൾ ഇതിന്റെ ബാക്കിലെ ഹാൻഡിലൊക്കെ ഊരി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് മാറ്റിയിട്ട് നമുക്ക് മറ്റേ എന്താ പറയുക പൾസർ 150യുടെ ഒരു ഗ്രാബ് ഹാൻഡിൽ സെറ്റ് ചെയ്യാൻ പോകുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ്. നമ്മൾ നേരത്തെ ഒരു ഡ്യൂക്ക് 150ക്ക് ഡ്യൂക്ക് 250ക്ക് നമ്മൾ ഇതേപോലത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് കൊണ്ടുവന്നതാണ്. നമ്മുടെ ഒരു കമ്പനിക്കാരൻ്റെ വണ്ടി തന്നെയാണ്. ഇതാണ് വണ്ടി. അപ്പോൾ എല്ലാം അയച്ചു വെച്ചിട്ടുണ്ട്. ഈ സാധനം നമുക്ക് ഇതിലൊന്നിങ്ങനെ ഫിറ്റ് ചെയ്ത് കൊടുക്കണം. ഒരു സിമ്പിൾ വർക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു വർക്കാണ്. വെൽഡ് സെറ്റും ഡ്രില്ലറും ഉണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. അപ്പോൾ ഇതെങ്ങനെയൊക്കെയാണ് ചെയ്യണമെന്നൊക്കെ ഞാൻ ഈ വീഡിയോയിലൂടെ കാണിച്ചു തരാം. അപ്പോൾ ആദ്യം നമ്മൾ ഇതിൻ്റെ ഈ സൈഡ് കവർ സീറ്റൊക്കെ ഒന്ന് അഴിച്ചു മാറ്റണം. ഓക്കെ, അപ്പം നമുക്ക് സീറ്റ് കട്ട് ചെയ്താലോ. ഓക്കെ, നമുക്ക് ആദ്യം അപ്പോൾ ഇതിൻ്റെ സീറ്റ് തന്നെ അഴിച്ചു മാറ്റാം. സീറ്റ് ലോക്കുണ്ട്. ഓക്കെ, സീറ്റ് അഴിച്ചെടുത്തു. ഇതിൻ്റെ അകത്തെ കണ്ടീഷൻ ഞാനിപ്പോൾ കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് ഇതിൻ്റെ അകത്തുള്ള അവസ്ഥ. ഇതിൽ ശരിക്കും ഈ രണ്ട് ബോൾട്ട് നട്ടിലാണ് ആ സൈഡ് കവർ വന്നുകൊണ്ടിരുന്നത്. അപ്പം ഇതിൻ്റെ അകത്തൂടെ കയറിയിട്ടാണ് ഇങ്ങനെ ടൈറ്റ് ചെയ്ത് വെക്കണം. അതുപോലെ തന്നെ ഒരു പീസ് ഇതിൻ്റെ അകത്തും വരുന്നുണ്ട്, അവിടെ ഇവിടെ ആയിട്ട്. അപ്പോൾ ഇത് രണ്ടിലാണ് നമ്മുടെ രണ്ട് പീസായിട്ടാണ് വരുന്നത് FC-ക്ക്. അപ്പോൾ അത് നമ്മൾ മാറ്റിയിട്ട് ഇപ്പം ഇവനെ സെറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതിനു വേണ്ടി ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഒരു നട്ടയിൽ നിന്ന് നമ്മളൊരു പട്ടക്കഷ്ണം ഇങ്ങോട്ട് പിടിപ്പിക്കും. എന്നിട്ട് അതിൽ ഈ ഗ്രാബ് ഹാൻഡിൽ സെറ്റ് ചെയ്യാനായിട്ടുള്ള പരിപാടിയാണ്. ഓക്കെ, പിന്നെ നമുക്ക് ഈ സൈഡ് കവറിൻ്റെ ഇവിടെ കുറച്ച് കട്ട് ചെയ്തൊക്കെ കളയൊക്കെ വേണം. അപ്പോൾ ഇതെങ്ങനെയൊക്കെയാണ് നമുക്ക് ചെയ്താലോ. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം FC-യുടെ ബാക്കിൽ സീറ്റിൽ തട്ടാത്ത രീതിയിൽ നമുക്ക് ഈ ഗ്രാബ് ഹാൻഡിൽ സെറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ സൈഡ് കവറിൻ്റെ നമ്മുടെ ഗ്രാബ് ഹാൻഡിൻ്റെ വീതിയിൽ സൈഡ് കവറിൽ നിന്ന് കുറച്ച് ഭാഗം കട്ട് ചെയ്ത് കളയാൻ പോവാണ്. അപ്പോൾ ഇതിൻ്റെ സൈഡ് കവറിൽ വെച്ചാൽ ചേസിനേക്കാളും ഒരുപാട് പൊങ്ങിയിട്ടാണ് സൈഡ് കവർ വരുന്നത്. അപ്പോൾ നമ്മൾ സീറ്റ് വെക്കാൻ നേരത്ത് സൈഡ് കവറിനേക്കാളും താന്ന് വേണം ഈ ഗ്രാബ് ഹാൻഡിലിൻ്റെ ഷേപ്പിൽ വരാൻ വേണ്ടി. അല്ലെങ്കിൽ നമ്മൾ സീറ്റ് വെക്കുമ്പോഴത്തേക്കും ലോക്കിലൊന്നും വീഴത്തില്ല. അപ്പോൾ ഇത്തിരി ഭാഗമെങ്കിലും ഇത് പൊങ്ങി നിന്ന് കഴിഞ്ഞാൽ ലോക്ക് കറക്റ്റായിട്ട് വർക്ക് ചെയ്യത്തില്ല. സീറ്റ് വെക്കുമ്പോഴത്തേക്ക് ഗ്രാബ് ഹാൻഡിൽ വന്ന് തട്ടി നിൽക്കും. അപ്പോൾ അതുകൊണ്ട് അത് എത്ര താത്തി വെക്കാൻ പറ്റുമോ അത്രത്തോളം താത്തി വെച്ചാലേ നമ്മൾ വർക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഈ പറഞ്ഞ പോലെ സീറ്റ് വെക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ രണ്ട് സൈഡും കട്ട് ചെയ്തെടുത്തു. ഇതാണ് അതിൻ്റെ മെയിനായിട്ടുള്ള ഭാഗം. എന്ന് വെച്ചാൽ കട്ട് ചെയ്യുമ്പോഴത്തേക്കും മാക്സിമം താത്തി വെക്കുക. ഇപ്പം അല്ലെങ്കിൽ പിന്നെ നമ്മളെല്ലാം സെറ്റ് ചെയ്യുമ്പോഴത്തേക്കും സീറ്റ് വെക്കുമ്പോഴത്തേക്കും അത് അടയത്തില്ല. കണ്ട, ഈ ഒരു ചേസിൽ വന്ന് തട്ടി നിൽക്കുന്ന രീതിയിൽ വേണം നമ്മൾ പ്ലാസ്റ്റിക് ഭാഗം കട്ട് ചെയ്ത് കളയാൻ. ഓക്കെ, അപ്പോൾ പിന്നെ അതിന് വേണ്ടിയിട്ട് നമ്മൾ 4 ഇഞ്ച് തിക്നെസ്സും അതുപോലെ തന്നെ 1 ഇഞ്ച് വീതിയുള്ള പട്ടയാണ് നമ്മൾ ഇതിന് വേണ്ടി എടുക്കുന്നത്. അപ്പോൾ 4 ഇഞ്ച് തിക്നെസ് എടുക്കണമെന്ന് വെച്ചാൽ നമ്മളിത് വണ്ടിയിൽ ത്രിബിളൊക്കെ കയറുന്ന സമയത്ത് അല്ലെങ്കിൽ സെൻറ്റർ സ്റ്റാൻഡ് വെക്കുന്ന സമയത്തൊക്കെ ഈ ഗ്രാബ് ഹാൻഡിൽ ലോഡ് ഒരുപാട് വരും. അപ്പോൾ നമ്മളിത് പൊക്കുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ആരെങ്കിലും കയറി ഇരിക്കുമ്പോഴത്തേക്കൊക്കെ ഇത് ബെൻഡായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിന് 6 mm തിക്നെസ് ഉള്ള പട്ട എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളിപ്പോൾ പുറത്തോടുത്തോ ചെയ്യിക്കുവാണെങ്കിലും അതുപോലെ തന്നെ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുവാണെങ്കിലും ഇത്രയെങ്കിലും തിക്നെസ് ഉള്ള പട്ട വേണം വയ്ക്കാനായിട്ട്. അല്ലെങ്കിൽ നമ്മൾ ഇരിക്കുമ്പോഴത്തേക്കും ഈ സാധനം വളഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ അതിന് നമ്മളൊരു പീസ് കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മൾ നമ്മുടെ ഗ്രാബ് ഹാൻഡിലിൻ്റെ ബോൾട്ട് കയറുന്ന അത് 6 mm 8 mm ഹോളാണ്. അപ്പോൾ ആ ബോൾട്ട് കയറുന്ന രീതിയിൽ കുറച്ച് ക്ലിയറൻസ് ഇട്ടിട്ട്, ഇപ്പോൾ 8 mm ബോൾട്ടാണ് ഇടണമെങ്കിൽ ഒരു 10-എങ്കിലും അല്ലെങ്കിൽ 9-എങ്കിലും ഹോൾ വേണം. പക്ഷേ ഒരു ഇച്ചിരി ക്ലിയറൻസ് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ തുളച്ചെടുക്കണം. അപ്പോൾ ആദ്യം നമ്മളൊരു പൈലറ്റ് ഹോൾ എന്നുള്ള രീതിയിൽ ഒരു 6 mm ബിറ്റിട്ട് ആദ്യം തുളക്കുകയാണ്. ആദ്യമേ തന്നെ ഡയറക്റ്റ് വലിയ ബിറ്റിട്ട് തുളച്ചാൽ നമുക്ക് തുളയ്ക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടും കൂടുതലായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ബിറ്റിനും അത് ലൈഫൊക്കെ കുറയും. അപ്പോൾ അതൊഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒരു 6 mm ബോൾട്ട് ഇട്ട് കയറാവുന്ന രീതിയിൽ 6 mm ബിറ്റിട്ട് തുളച്ച്. ഓക്കെ, അതിനുശേഷം നമ്മളിപ്പോൾ ഇപ്പോൾ നമ്മളെടുത്ത 8 mm ആണ്. അപ്പോൾ 8 mm ബോൾട്ട് സൈസ് 8 mm ആയതുകൊണ്ട് നമ്മളൊരു 10 ബിറ്റിട്ട് ആ ഹോളിനെ വലുതാക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് 10 ബിറ്റിട്ട് തുളക്കാം. 10 ബിറ്റ്. ഓക്കെ, ഇതാണ് 10 ബിറ്റ്.
ഓക്കെ, അപ്പോൾ 10ൻ്റെ ബിറ്റിട്ട് നമ്മളത് തുളയ്ക്കുകയാണ്. ഇതിപ്പോൾ മറ്റേത് തുളച്ചുകൊണ്ട് ഈ ഒരു ബിറ്റിട്ട് തുളയ്ക്കുമ്പോൾ ആദ്യം തുളച്ചതിൻ്റെ അത്ര ലോഡ് വേണ്ടി വരത്തില്ല, ചുമ്മാ അങ്ങ് തുളഞ്ഞു പോയിക്കോളും. അപ്പോൾ ബിറ്റിനും വലിയ തേയ്മാനം വരത്തില്ല, അപ്പോൾ അങ്ങനെയുള്ള കുഴപ്പങ്ങളൊന്നുമില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ ഇതുപോലത്തെ 2 കഷ്ണമുണ്ട് കേട്ടോ, 2 ലെഫ്റ്റും റൈറ്റും തന്നെ 2 കഷ്ണം നമ്മൾ തുളച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് നമ്മളതിനെ 2ആക്കി കട്ട് ചെയ്തെടുക്കുക. ഏകദേശം ഇതിന് നമ്മൾ എത്ര ബാക്കിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ടോ ആ ഹോള് തമ്മിലുള്ള അകലം മാർക്ക് ചെയ്താണ് നമ്മളിപ്പോൾ ഈ കണ്ട പട്ടയിൽ തുളയിട്ടിട്ടുള്ളത്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മളത് ഗ്രാബ് ഹാൻഡിലിൻ്റെ ഒരറ്റത്ത് വെച്ച് നട്ടും ബോൾട്ടിട്ട് മുറുക്കി. പിന്നെ ആ നട്ടിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്, അതായത് വെക്കുമ്പോഴത്തേക്ക് ഈ നട്ട് അടിയിലാണ് പോകുന്നത്. അപ്പം നമ്മളത് ജസ്റ്റ് ഒന്ന് വെൽഡ് ചെയ്യുകയാണ്. വെൽഡ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ നട്ടും ബോൾട്ട് സിസ്റ്റം അവിടെ നെട്ടില്ലാണ്ട് കൈ കൊണ്ട് നമുക്ക് കൈ കയറത്തില്ല അതിൻ്റെ ഉള്ളിൽ നട്ടിടാനായിട്ട്. മേളിൽ നിന്ന് ബോൾട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്കിത് മുറുക്കാനും അതുപോലെ തന്നെ സ്പാനറിട്ട് പിടിക്കാനായിട്ടൊക്കെയുള്ള അസൗകര്യം വരുന്ന ഒരു ഭാഗമാണത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ നട്ടിനെ അടിയിൽ നിന്ന് വെച്ചിട്ട് ഇപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ ജസ്റ്റ് ഒന്ന് വെൽഡ് ചെയ്ത് വെക്കുകയാണ്. ഇങ്ങനെ വെൽഡ് ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ പിന്നെ നമ്മൾ അത്രയും കഷ്ടപ്പെട്ടത് വെറുതെ ലാസ്റ്റ് പിന്നെ അത് രണ്ടാമത് ആഴ്ചയൊക്കെ ചെയ്യേണ്ടി വരും. അപ്പം അതുകൊണ്ട് നമ്മളത് വെൽഡ് ചെയ്ത് വെച്ചു. ഇനിയിപ്പോൾ ചൂടായിരിക്കും കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ആ പ്ലാസ്റ്റിക് ഭാഗം ഉരുകിപ്പോവും. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് തണുക്കണ വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. ഇത് വെള്ളത്തിൽ മുക്കി തണുപ്പിച്ച് കഴിഞ്ഞാൽ അത് സ്ട്രെങ്ത് കൂടിയിട്ട് അത് ക്രാക്ക് വീഴാനായിട്ട് സാധ്യതയുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇവനൊന്ന് പിടിപ്പിച്ച് നോക്കാം. അതിനുവേണ്ടി നമ്മൾ ഇപ്പോൾ ഏകദേശം തണുത്തിട്ടൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ ഇത് ആദ്യമേ നമ്മൾ ആ ചെയ്സിലുള്ള ഭാഗത്ത് ബോൾട്ട് ടൈറ്റ് ചെയ്ത് നിർത്തണം. ഓക്കെ, അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇതിൽ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഹോൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ആദ്യം നമ്മൾ ചെയ്സിനുള്ള ബോൾട്ടിനെ ടൈറ്റ് ചെയ്ത് നിർത്തുകയാണ്. അതിനുശേഷം ആണ് നമ്മൾ നേരത്തെ വെച്ച നട്ട് വെൽഡ് ചെയ്ത ഭാഗമില്ലേ അവിടെ ടൈറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഇതിപ്പോൾ നമ്മുടെ തക്കടും ഇല്ല, തക്കടുവിനെ വീഡിയോയിൽ കാണിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കമൻ്റ് ഉണ്ടായിരുന്നു. ശരിക്കും അവൻ്റെ അവർ മരണമായിട്ട് ബന്ധപ്പെട്ട ആൾ നാട്ടിലില്ലായിരുന്നു, അവൻ്റെ ഒരു മാമ മരിച്ചായിരുന്നു. ഓക്കെ, അപ്പം നമ്മൾ വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ സീറ്റ് വെച്ച് കാണിച്ചു തരാം. സീറ്റിൽ മേളിൽ കണ്ട ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, കറക്റ്റായിട്ട് ഇരിക്കുന്നുണ്ട്. നേരത്തെ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഗ്യാപ്പ് നമ്മൾ സീറ്റ് വെക്കുമ്പോൾ അതേ ഒന്ന് തട്ടിക്കഴിഞ്ഞാൽ ഈ ലോക്കിൽ വീഴത്തില്ല. പിന്നെ ഇതൊന്നേന്ന് പൊട്ടിച്ച് മാറ്റം വരുത്തേണ്ടി വരും. കണ്ട ഇപ്പോൾ കുഴപ്പമില്ല. ആ നമ്മൾ കട്ട് ചെയ്ത ഭാഗം ഏകദേശം ഈ ഗ്യാപ്പ് വലിയ അറിയാത്ത രീതിയിൽ നിൽപ്പുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ സൈഡിലൊരു ബീഡിങ് കൂടെ വെച്ച് കൊടുത്താൽ ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഗ്രാബ് ഹാൻഡിൽ വെക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു വീഡിയോ, ചെറിയ വീഡിയോ ആയിരുന്നു. അപ്പോൾ ഇനി ഇതുപോലെയുള്ള ചെറിയ ചെറിയ വീഡിയോസ് ഇടയ്ക്ക് ഉൾപ്പെടുത്താം. കാരണം നമുക്ക് വണ്ടി ചെയ്തിറങ്ങാനായിട്ട് ഒരുപാട് താമസം വരും. അപ്പോൾ അത്രയും ഒരു ഗ്യാപ്പ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു വീഡിയോയും കൂടെ ഇടയ്ക്കിടയ്ക്ക് ഉൾപ്പെടുത്തി പോകുക എന്നുള്ളൊരു പരിപാടിയിലൊക്കെയാണ്. പിന്നെ നമ്മൾ ഇനിയിപ്പോൾ മിനി കൂപ്പറിൻ്റെ വർക്കാണ് അടുത്തായിട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ സാധനങ്ങളൊന്നും വന്നിട്ടില്ല, എന്നാലും ബാക്കി വർക്ക് കുറച്ച് പെൻഡിങ് ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ തന്നെ അങ്ങ് ചെയ്യാനായിട്ടുണ്ട്. പിന്നെ നമ്മുടെ തക്കുടൂന കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് കമൻറ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആളപ്പം നാട്ടിൽ ഇല്ലാത്തതുകൊണ്ടാണ് കാണിക്കാൻ ചേട്ടാ. അപ്പോൾ നേരത്തെ ഒരു വാക്ക് പറഞ്ഞിട്ട് അത് കാണിക്കാൻ പറ്റിയില്ല. ശരിക്കും അവൻ നാട്ടിലില്ലാത്തത് കൊണ്ട് പറ്റിയതാണ്. അപ്പോൾ ഇപ്പോൾ ആൾ വന്നിട്ടുണ്ട്, അടുത്ത വീഡിയോയിൽ അവനെ ഉൾപ്പെടുത്തുന്നുണ്ട്. പിന്നെ നമുക്ക് എന്താ പറയുക, ഒരു ഫ്ലേവറിനൊക്കെ വന്നിട്ടുണ്ട്, അതിൻ്റെ വീഡിയോ ഒക്കെ ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ കണ്ട എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ഇത്രയും നാൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ എല്ലാവരുടെയും കമൻറ്റൊക്കെ വായിച്ച് നല്ലതായിരുന്നു. അപ്പോൾ ഈ ഒരു സപ്പോർട്ട് ഇനിയും ഉണ്ടാവണം. അപ്പോൾ അതൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് ഇനിയൊരു അടിപൊളി വീഡിയോ ഒക്കെ ആയിട്ട് ഉടനെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.